മൾട്ടി ടാസ്കിങ്ങിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ അത് ഡിവിഷൻ ഓഫ് അറ്റൻഷൻ എന്ന് പറയുന്ന ഒരു സംഭവം. അതായത് നമ്മൾ ഒരു അറ്റൻഷൻ, നമ്മൾ ഒരു പെർട്ടിക്കുലർ ഫോക്കസിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ കെവിനോട് സംസാരിക്കുന്നു, എനിക്ക് അപ്പുറത്തുനിന്ന് ഒരു പാട്ട് കേൾക്കുന്നു. ഈ രണ്ട് കാര്യവും കുറച്ച് കഴിഞ്ഞ് എന്നോട് ചോദിക്കുക, കെവിൻ എന്താ സംസാരിച്ചേ പ്ലസ് ആ സോങ് എന്തായിരുന്നു. ഇതിൻ്റെ കെവിനോട് സംസാരിച്ചതിൻ്റെ കുറച്ച് ബൈറ്റ്സും സോങ്ങിന്റെ കുറച്ച് ബൈറ്റ്സും ആയിരിക്കും എനിക്ക് കിട്ടാം. സോ രണ്ടും കംപ്ലീറ്റ് ആയിട്ട് ഗ്രാസ്പ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. അതേസമയം ഇത് ഒരൊറ്റ ടൈമിൽ ഞാൻ കെവിനോട് സംസാരിക്കും, അടുത്ത ടൈമിൽ സോങ്ങും ആയിരുന്നെങ്കിൽ എനിക്കിത് രണ്ടും കംപ്ലീറ്റ്ലി ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. സോ ഡിവിഷൻ ഓഫ് അറ്റൻഷൻ അല്ലെങ്കിൽ മൾട്ടി ടാസ്കിങ് വേണ്ട കുറച്ച് സമയങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കുക്കിംഗ്, ഇതൊക്കെ നമുക്ക് ഡിവിഷൻ ഓഫ് അറ്റൻഷൻ വേണ്ട ആസ്പെക്റ്റുകളാണ്. സോ ഈ പർട്ടിക്കുലർ ടാസ്കിൽ മാത്രം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ. അതല്ലാത്ത സമയത്ത് നമുക്ക് ഒന്നിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ പറ്റുമ്പോൾ അതിലേക്ക് മാത്രം ഫോക്കസ് കൊടുക്കുക, പ്രൊഡക്ടിവിറ്റി കൂടുകയുള്ളൂ.